ഈ ചിത്രത്തില് എടുത്തു പറയേണ്ടത് ഗോകുൽ സുരേഷും സിദ്ധാർത്ഥ് ഭരതനും സൂപ്പർ എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ മുകേഷിന്റെ മോൻ ഏതായാലും കാശ് കൊടുക്കുന്നതല്ലേ, എന്നാ 5-6 പാട്ടുകൾ അങ്ങോട്ട് ചെയ്യിപ്പിക്കാം എന്ന് വിചാരിച്ച് ചെയ്യിപ്പിച്ച പോലെ അവരുടെ മേക്കപ്പ് കണ്ടാല് സ്കൂൾ ആനിവേഴ്സറിക്ക് കൊച്ചു പിള്ളേര് പ്രച്ഛന്ന വേഷത്തിന് സ്വയം മേക്കപ്പ് ചെയ്ത് സ്റ്റേജിൽ കയറുന്നത് ഇതിനേലും ഭേദം ആയി. അപ്പോ മാളികപ്പുറം ടീമിന്റെ, അതായത് വിഷ്ണു ശശിശങ്കറിന്റെ സംവിധാനത്തിൽ അഭിലാഷ് പിള്ളയുടെ രചനയിൽ അർജുൻ അശോകൻ, ബാലു വർഗീസ്, ഗോകുൽ സുരേഷ്, സിദ്ധാർത്ഥ് ഭരതൻ, സൈജു കുറുപ്പ്, പിന്നെ കുറെ നടീനടന്മാരും അഭിനയിച്ച സുമതി വളവ് എന്ന് പറയുന്ന ചിത്രം. മാളികപ്പുറത്തിന്റെ ആ ഒരു ക്വാളിറ്റി കണ്ട് അതേ ക്വാളിറ്റി പ്രതീക്ഷിച്ച് പോകാൻ പറ്റാത്ത ഒരു പടം, പക്ഷേ മോശം പടമാണെന്ന് പറയാനും പറ്റില്ല. അങ്ങനെയാണ് ആകെ മൊത്തം ടോട്ടൽ ആയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം പോസിറ്റീവുകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. അതായത് ഇന്റർവെല്ലിന് ശേഷം വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന പ്ലാൻ ചെയ്ത കോമഡികളൊക്കെ അത്യാവശ്യം വർക്കായ ഒരു ചിത്രം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഹാഫിന് എന്ത് പറ്റി എന്നുള്ളൊരു ചോദ്യം വരും. ഫസ്റ്റ് ഹാഫ് ഇഴഞ്ഞാണ് പോകുന്നത്. അതായത് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ തക്കതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കഥ വളരെ നല്ല കഥ തന്നെ, പക്ഷേ ഡയറക്ഷൻ ഒത്തില്ല എന്ന് പറയേണ്ടി വരും. പിന്നെ കല്ലേരി എന്ന് പറയുന്ന 3 വശങ്ങളിലും വനത്താൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമം, അവിടേക്കുള്ള ഒരേ ഒരു റോഡ്, ആ റോഡിലെ കുപ്രസിദ്ധമായ സുമതി വളവ് എന്ന് പറയുന്ന ഒരു വളവ്, അതാണ് കഥ. അതായത് മുത്തശ്ശി കഥ പോലത്തെ ഒരു കഥ. ഇനി അർജുൻ അശോകനെ കുറിച്ചും ബാലു വർഗീസിനെ കുറിച്ചും പ്രത്യേകം പറയാനില്ല. കാരണം അവര് സ്ഥിരമായിട്ട് ചെയ്യുന്ന പാറ്റേണിലുള്ള ഒരു കഥാപാത്രം, അത് ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗോകുൽ സുരേഷിനും സിദ്ധാർത്ഥിനും പെർഫോം ചെയ്യാൻ പറ്റിയ റോളുകൾ അത് അവർ ഭംഗിയായിട്ട് ചെയ്തു. അതായത് ഓരോ ചിത്രങ്ങൾ കഴിയും തോറും അവര് ആ ഒരു പെർഫെക്ഷൻ കൂട്ടി വരുന്നു, നന്നായിട്ട് ചെയ്യുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരും സംസാരിച്ചിരുന്നത് ഈ 2 പേരെ കുറിച്ച് മാത്രമാണ്. പിന്നെ സിദ്ധാർത്ഥ് ഫ്ലാസ്ക് എന്ന് പറയുന്ന പടത്തിൽ നമ്മളെ ഒന്ന് ഞെട്ടിച്ചതാണല്ലോ, ഇതിലും അത് ആവർത്തിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. 2 പേരും സൂപ്പർ എന്ന് തന്നെ പറയാം. പിന്നെ നായിക മാളവികയും അവർക്ക് കിട്ടിയ ഭാഗം വൃത്തികേടാക്കിയില്ല എന്ന് പറയേണ്ടി വരും. പിന്നെ മുകേഷിന്റെ മകനും കഥാകൃത്തിനും അഭിനയം പറ്റാത്ത പണിയാണെന്ന് നന്നായിട്ട് തെളിയിച്ചു. പിന്നെ മാളികപ്പുറത്തിലെ 2 ബാലതാരങ്ങൾ, അവരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഉള്ള വില കളഞ്ഞു കുളിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവര് വലുതായി, ഒപ്പം മുഖത്തെ ആ നിഷ്കളങ്കതയും പോയി. ഇനി അവര് പെർഫെക്ഷൻ കാഴ്ചവെച്ചാൽ മാത്രമേ പ്രേക്ഷകരെ അംഗീകരിക്കത്തുള്ളൂ. അവിടെ അവരെ ഞാൻ കുറ്റം പറയത്തില്ല, അവരെ കൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യിപ്പിക്കേണ്ടിയിരുന്നത് സംവിധായകനാണ്. അത് ചെയ്തില്ല എന്നാണ് പറയേണ്ടത്. പിന്നെ ഇടയ്ക്ക് 2 തവണ നമ്മുടെ ശ്രീകാന്ത് വെട്ടിയാരും അമ്മയും ഡോക്ടറും നഴ്സുമായിട്ട് വന്നത് അത്യാവശ്യം അവരെ കണ്ടപ്പോഴേ തന്നെ പ്രേക്ഷകർ ചിരിക്കുന്നുണ്ടായിരുന്നു. കോമഡിയും വർക്കായി. ഇനി അടുത്തത് വളരെ മോശം ഗ്രാഫിക്സ്. അതുകൊണ്ട് തന്നെ ഹൊറർ കോമഡി എന്ന് പറഞ്ഞിറങ്ങിയ ചിത്രത്തിലെ സീനുകൾ കണ്ടിട്ട് കൊച്ചുകുട്ടികൾ പോലും പേടിച്ചില്ല. പാട്ടുകളും ഏതായാലും കാശ് കൊടുക്കുന്നതല്ലേ, എന്നാൽ 5-6 പാട്ടുകൾ ചെയ്യിപ്പിക്കാം എന്ന് വിചാരിച്ച് ചെയ്യിപ്പിച്ച പോലത്തെ ഒരു ഫീല്. ഇന്റർവെല്ലിന് ശേഷം വരുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ആ ഒരു മെലഡി ഗാനം മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ പാട്ടുകളും വെറുപ്പിക്കലായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ കൊറിയോഗ്രാഫി, അതിൽ ഉത്സവത്തിന് കാണിക്കുന്ന ഒരു പാട്ടുണ്ട്, അതിൽ ഡാൻസ് ചെയ്യുന്നവര് കാട്ടവരാതം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു ഒറിജിനാലിറ്റി ഇല്ല. ഈ ഡാൻസ് ട്രൂപ്പുകളൊക്കെ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഓവർ എക്സ്പ്രഷൻ ഇടുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ, അതേ രീതിയിലാണ് ഉത്സവപ്പറമ്പില് നാട്ടുകാരുടെ ആ ഒരു രീതിയിൽ അവർ ഡാൻസ് കളിച്ചത്. സഹിക്കാൻ പറ്റാത്തതായിരുന്നു. പക്ഷേ കല്യാണ വീട്ടിലെ ഡാൻസ് അത് നന്നാവുകയും ചെയ്തു. പിന്നെ തമിഴത്തിയുടെ വേഷത്തിൽ ഒരു സ്ത്രീ വരുന്നുണ്ട്. അവരുടെ മേക്കപ്പ് കണ്ടാല് സ്കൂൾ ആനിവേഴ്സറിക്ക് കൊച്ചു പിള്ളേര് പ്രച്ഛന്ന വേഷത്തിന് സ്വയം മേക്കപ്പ് ചെയ്ത് സ്റ്റേജിൽ കയറുന്നത് ഇതിനേലും നന്നായിരിക്കും. അങ്ങനെ കഥാകൃത്തിന്റെ തെറ്റുകൊണ്ടല്ലാതെ, നടീനടന്മാരുടെ തെറ്റുകൊണ്ടല്ലാതെ, മറ്റ് സർവ്വ സാങ്കേതിക കാര്യങ്ങളിലെ കുറവുകൾ കൊണ്ട് മാത്രം നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ചിത്രം. പക്ഷേ 2ാം പകുതി അത് അഭിനേതാക്കളുടെ മികവ് കൊണ്ട് മാത്രം, കഥയുടെ ഗുണം കൊണ്ട് മാത്രം, അവസാനം വരുന്ന ആരും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ കൊണ്ട് മാത്രം തിയേറ്ററിൽ പോയി കാണാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ചിത്രം. അപ്പോൾ പടം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും. അപ്പോൾ ബൈ ബൈ.